ഒരു സെക്കൻഡ് ടച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് അവർ ബേത്സയിദായിലെത്തി. കുറെ പേർ ഒരു അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്കു പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ അന്ധൻ, കാഴ്ചയില്ലാത്ത കുറേ പേര് ഇവനെ പൊക്കിയെടുത്തുകൊണ്ട് ഈശോടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഇവന് ഈശോടുത്ത് വരാൻ ഒരാഗ്രഹമൊന്നുമില്ല. നാട്ടുകാരാണ് പൊക്കിക്കൊണ്ടുവരുന്നത്. ജീവിത പങ്കാളിയാ പറയാം, എൻ്റെ മനുഷ്യ കുറേ നാളായല്ലോ ഇങ്ങനെ തപ്പി നടക്കും, ഒന്ന് വന്ന് പ്രാർത്ഥന. നീ ഇങ്ങനെ 24 മണിക്കൂർ അടുക്കളയിൽ കൂടി ഇങ്ങനെ അരകില് ചുറ്റി അടുക്കള ചുറ്റി നടക്കാതെ നീ വാ, നീ പള്ളി വാ. ഇങ്ങനെ നാട്ടുകാര് കുറെ ഒരു അന്ധനെ കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ കൊണ്ടുപോയി. എന്നിട്ട് ഈ അന്ധൻ ഒരക്ഷരം മിണ്ടുന്നില്ല. കർത്താവ് എന്ത് ചെയ്ത് അവന്റെ കൈക്ക് പിടിച്ച് എന്നിട്ട് അവനെ ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് മെച്ചപ്പെട്ട സ്ഥലമല്ല. പട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ അഭിഷേകമുള്ള സ്ഥലമാണ്. ജെറുസലേം പട്ടണം, അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. ഈ ജെറുസലേം പട്ടണത്തിലാണ് അവർ ഒന്നിച്ചു കൂടിയത്. അവിടെയാണ് സിയോൻ, അവിടെയാണ് വിശുദ്ധ കുർബാന പെസഹ ആഘോഷിച്ചത്. അപ്പൊ നമുക്ക് ഈ ദേവാലയം നിൽക്കുന്നത് പട്ടണമാണ്. ബൈബിളിൽ പട്ടണം എന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ടൊരു സ്ഥലമാണ്, ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. എന്നാൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഈറ്റില്ലമെന്നാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞ, ഇരുള് നിറഞ്ഞ. അതുകൊണ്ടാണ് യേശുയുടെ ഉത്ഥാനത്തിന് ശേഷം 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള ഏത് ഗ്രാമത്തിലേക്ക്? എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ധിതനെ ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക്, സ്വന്തം സ്വാർത്ഥതയിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇടത്തിലേക്ക് പോകും.